ഉപ്പയും ഉമ്മയും എന്നെ പഠിക്കുക വിചാരിക്കുമ്പോ ഓനെന്തായാലും ഓൻ എന്നെ പറ്റിക്കുറ്റാൻ പറഞ്ഞു. ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാൻ കഴിയും. നീ നീ എന്തായാലും പണിയെടുത്ത് പറഞ്ഞു കൊടുക്കണം. എൻ്റെ റൂമിൽ ആച്ചിൻ്റെ ഡ്രസ്സ് വെക്കുന്നതിൻ്റെ താഴെ കല്യാണത്തിൻ്റെ ലെഹങ്ക വെച്ചതിൻ്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവറുണ്ട്. അതിൽ 2 പേപ്പറുണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് ഇനിയും നോക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂലെ കുറെ. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയുമ്മയും കരയൂലെ. ഇനി ഉപ്പയുമ്മയും ആയാലും ഓൻ്റെ വാക്കുകൂടി തന്നെ ഇതാക്കിയാലും മുബാരി സണ്ടിക്ക് വേണ്ടി കരയൂലെ. അതെല്ലാം ആലോചിക്കുമ്പോ എനിക്ക് ചെയ്യാൻ തോന്നില്ല, പക്ഷെ എനിക്ക് ചെയ്യാണ്ടിരിക്കാനും കഴിയുന്നില്ല. അവൾ തന്നെ അവളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് അവളുടെ കൂട്ടുകാരികൾക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. കണ്ണൂർ പൊയ്ത്തുംകടവിലെ ഫാത്തിമ ഇസ. കല്യാണം കഴിഞ്ഞ് 8 മാസമായിട്ടുള്ളൂ. സ്വന്തം വീട്ടിൽ വെച്ചാണ് അവള് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. അതിന് കാരണമായിട്ട് പറയുന്നത്, അവളുടെ ഈ വോയിസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ അവൾ പറയുന്നുണ്ട്, ഒരു പേപ്പറുണ്ട്, അത് ഉപ്പയുടെ അടുത്ത് കൊടുക്കണം എന്നുള്ളത്. ആ പേപ്പറിൽ തന്നെ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ അതിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഉപ്പയും ആ ഉമ്മയെയും തന്റെ വിഷമങ്ങൾ ഒരിക്കലും ആ മോള് ഇതിനെ അറിയിച്ചിട്ടില്ല. പക്ഷെ ആ മോള് ആ ഭർത്താവിന്റെ വീട്ടിൽ കടന്ന് വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. ഈ സഹോദരിയുടെ വിവാഹം കഴിയുന്നത് ജനുവരി 8-ാം തീയതിയാണ്. ഏതാണ്ട് 8 മാസമാവുന്നേ ഉള്ളൂ. അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നത്, ഈ ഭർത്താവിൽ നിന്നുള്ള പീഡനങ്ങളേറെ ഈ ഫാത്തിമത്തുൽ ഇസ സഹിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് കിട്ടിയ ആ കുറിപ്പിൽ, ആ ആത്മഹത്യാ കുറിപ്പിൽ ആ സഹോദരി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുമ്പ് ഒരു തവണ മാർച്ച് 2-ന് ഈ സഹോദരി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത്. അത് കാരണം ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്തിരുന്നു എന്നുള്ളത്. പക്ഷെ അത് ഈ സഹോദരിന്റെ വീട്ടുകാരെയോ ഒന്നും അവരാരും അറിയിച്ചിട്ടില്ല. ഉപ്പ അറിഞ്ഞിട്ടില്ല, ഉമ്മയോ ആരും അറിഞ്ഞിട്ടില്ല. ഈ സഹോദരി ഇവരോട് പറഞ്ഞിട്ടുമില്ല. നോക്കൂ നിങ്ങൾ. എന്തായാലും ഈ സഹോദരി ഒരുപാട് പീഡനങ്ങൾ ഈ ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സഹോദരി ഏപ്രിൽ 11-ന് ഇവര് ഗൾഫിലേക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഭർത്താവിന്റെ റൂമിൽ ലഹരി ഉപയോഗവും മറ്റും നടത്തുന്നത് കണ്ടപ്പോഴും ഈ സഹോദരി അതിനെ എതിർത്തുന്നിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ പേരിലും ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷമാണ് സ്വന്തം വീട്ടിലിരുന്ന് ഉമ്മയോടും അതുപോലെ തന്നെ കുടുംബങ്ങളോടും ഒരുപാട് കുശലങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചു. വൈകുന്നേരം വരെ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയതാ എന്നാണ് ആ ഉമ്മ തന്നെ പറയുന്നത്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും മറ്റോരോ വന്നിട്ട് അന്വേഷിച്ച് എവിടെയാണ് മോള് എന്നുള്ളത്. അപ്പോ കുളിക്കാൻ പോയതാണോ, അപ്പോൾ ഇത്ര സമയം കുളിക്കാനോ എന്ന് കരുതി അവർ പോയി നോക്കുമ്പോഴാണ് ആ സഹോദരി ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വളരെ വേദന തോന്നിപ്പോയി പ്രിയപ്പെട്ടവരെ ഇത് കേട്ടപ്പോൾ. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്യംപുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് മനോഹരമായി നടത്തിയൊരു വിവാഹം അവസാനം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവായി എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഇത് മുഖേന തകരാറിലായി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ തൻ്റെ വിഷമങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ സ്വന്തം ഉമ്മയോട് പങ്കുവെക്കൂല, ഉപ്പയോട് പങ്കുവെക്കൂല, തന്റെ വിഷമങ്ങൾ അവരെ ഞാൻ അറിയിക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയമാണ്. കാരണം അത്രയും ആ ഉമ്മയും ഉപ്പയും ആ മോളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അവരെ ഞാൻ വിഷമിപ്പിക്കില്ല എന്നാ പറഞ്ഞത്. ആ വോയിസ് മെസ്സേജിൽ തന്നെ അവള് പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ കരയില്ലേ, ഉമ്മ കരയില്ലേ, അത് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യും, പക്ഷെ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ, എന്തേ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ആയിപ്പോയത് മക്കളെ, എന്ത് പറ്റിയോ അവർക്ക്? അല്ല, ഇതിന് കുറ്റക്കാരാരാണ്? നമ്മൾ ഓരോരുത്തരുമാണോ, മാതാപിതാക്കളാണോ? എനിക്കൊന്നും അറിയുന്നില്ല എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നിരവധി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ട് അവസാനം ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വാർത്തയായി ഞാനും ഇതിനെ കണ്ടതാണ്. എങ്കിലും അതൊന്നും നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നമ്മളെ സഹോദരിമാര്, നമ്മുടെ മക്കള്
ഇവര് അവര് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വളരെ വേദന തന്നെയാണ്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ പാപമാണ്. അത്തരത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ഭർത്താവിന്റെ പേര് ആസിഫ് എന്നാണ്. കണ്ണൂര് കുടിക്കുമട സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഈ ആത്മഹത്യ വിവരം അറിഞ്ഞ ഉടനെ ഇവൻ നാട്ടിലെത്തിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇവൻ പ്രവാസത്തിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതും അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും കേസുമായിട്ട് ഇവരുടെ കുടുംബവും പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്.